ഹലോ ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് കാണിച്ചൊരബദ്ധം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് രാവിലെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ഇടിയപ്പത്തിന് കുഴച്ചതാണ് ഗൈസ്. ഇടിയപ്പം കുഴച്ചത് ഇടിയപ്പത്തിനാണ്, പക്ഷെ ഇതെന്ത് സാധനമാണെന്നറിയില്ല. ഇതിന്റെ കഷ്ടപ്പെട്ട് എന്റെ തേങ്ങയല്ല അതുകൊണ്ടോ തേങ്ങയൊക്കെ ചിരണ്ടി. പക്ഷെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ ഇളകി പോരുന്നില്ല, ഭയങ്കര കട്ടി. അതായത് എനിക്ക് ഒന്നാമത് വയ്യ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നല്ല കോൾഡ്, നല്ലോണം ക്ഷീണം, നല്ല വയ്യായി ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് അമ്പൂന് സ്കൂളിൽ വിടണമല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇടിയപ്പത്തിന് കുഴച്ചത്. അതുപോലെ ലാസ്റ്റ് ഇടിയപ്പം സെറ്റ് ആവാതെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം ഗൈസ്. ശരി, ഇടിയപ്പം അല്ലേ, ആയിട്ടില്ലല്ലോ, ചിലപ്പോൾ വെള്ളത്തിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇതാ ഉണ്ട ഉണ്ടാക്കാന്ന് വെച്ചു. ഈ ഉണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും ശർക്കരേന്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക നമ്മള്. അപ്പൊ ഞാൻ ഓർത്ത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടിയപ്പവും ആയില്ല, നമുക്ക് ഉണ്ടെങ്കിലും കഴിക്കാം, കുഞ്ഞിനാണേലും കൊടുത്തു വിടാലോ. ഇതിൽ ഇടിയപ്പത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ, ഇതെന്ത് സംഭവിച്ചെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട്, ഇത് ഒരുമാതിരിയായി പോയി. അതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. പക്ഷെ എന്താ വെച്ചാ കൊഴുക്കട്ടെ, ഇത് കൊഴുക്കട്ടെ എന്ന് പറയും കേട്ടോ. ഞങ്ങളുടെ ഏട്ടന്റെ നാട്ടിലേക്ക് കൊഴുക്കട്ടെന്നാ പറയാ, ഞങ്ങളുണ്ടാന്ന് പറയാ. അപ്പൊ ഈ ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങ ശർക്കരയൊക്കെ വെച്ച് വീണ്ടും വാരി വെച്ചിട്ട് ഇഡ്ലി ചെമ്പില് വെച്ചു കിട്ടാം. അത് കഴിഞ്ഞിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ ദാ ഇതിങ്ങനെ ഇരിക്കുന്നു. ഇത് ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ടല്ലോ, ഇതുകൊണ്ട് ഭയങ്കര കട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടി. ഈ സംഭവം വെച്ചിട്ട് ഒരാൾക്കിട്ട് എറിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ബോള് പോലെ അവരവിടെ വീണു പോകും. കാരണം കല്ലൊക്കെ നമ്മൾ എടുത്ത് പിടിക്കുന്ന അതുപോലെ എനിക്ക് തോന്നുന്നത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഓർമ്മ എടുത്ത് ഞാൻ കഴിക്കാൻ ട്രൈ ചെയ്തു. കാരണം എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് അത് ഞാൻ പിന്നെ ലാസ്റ്റ് വേസ്റ്റിൽ ഇടേണ്ടി വന്നു. അത്രയും ബുദ്ധിമുട്ട് പിടിച്ചൊരവസ്ഥ. അങ്ങനെ ഇന്നത്തെ ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ ഫുൾ കൊളായി ഗൈസ്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റെ വയ്യായിക കൊണ്ടാണോ അതോ ഞാൻ ചെയ്ത ഓരോ പൊട്ടത്തരങ്ങൾ കൊണ്ടാണോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും എൻ്റെ ഇന്നത്തെ ദിവസം ജഗപ്പൊക ഇനി തുടങ്ങിയാണ് അംഗം. കാണണ്ടേ നിങ്ങൾക്ക്? ഇത് കണ്ട, ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ പാത്രങ്ങൾ ഫുള്ള്. ഇത് ഫുള്ള് കഴുകണം കേട്ടോ. കഴുകിയിട്ട് ഇതാ ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് അടുപ്പിലല്ല, നമ്മുടെ ഗ്യാസില് അതായി വരണം. അങ്ങനെ ഇനി കിടക്കുന്ന നീണ്ടു നിവർന്ന ജോലികൾ. അതുപോലെ വാഷിംഗ് മെഷീനിൽ തുണി ഇടാനുണ്ട്, വിരിക്കാനുണ്ട്, 100 പണികൾ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് എന്റെ ഇടിയപ്പത്തിന്റെ കഥ ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞപ്പോഴാണ് ബ്ലാക്ക് കയറി വന്നത്. എന്തുട്ടായിരുന്നു ആ പിമ്പിളിന്റെ കഥ, അത് പറഞ്ഞു വന്നപ്പോൾ ബ്ലാക്ക് കയറി വന്ന് കൊളാക്കി. പിന്നെ ഇടിയപ്പത്തിന്റെ കഥ പറഞ്ഞ് ബാക്കി എന്റെ വീട്ടിലെ ഫുൾ കഥകളും പറഞ്ഞു തീരുകയാണ്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ല. ഈ അപ്പാർട്ട്മെന്റിലുള്ള കുറേ ആളുകൾ എന്നെ പിടിച്ചു നിർത്തി സംസാരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആരും അങ്ങനെ അധികം ആളുകളോട് മിണ്ടത്തില്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയൊക്കെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും പരസ്പരം അറിഞ്ഞൂടാ. പക്ഷെ ഞാനെന്ന് വെച്ചാൽ എല്ലാവരോടും സംസാരിക്കും. എനിക്കിഷ്ടമാണ് സംസാരിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് നാള് ഇങ്ങനെ മിണ്ടാതെ ആളെ കാണുമ്പോൾ ചിരിക്കാതെയൊക്കെ നടന്ന് നമുക്ക് എന്ത് കിട്ടാനോ ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ സംസാരിക്കും. പക്ഷെ എന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് കേട്ടോ ഉണ്ണിയേട്ടൻ. ആരോടും അധികം മിണ്ടൂല, അങ്ങോട്ട് പോയി ചോദിച്ചാൽ മാത്രമേ സംസാരിക്കുള്ളൂ. ഒരു ജാട പിടിച്ച ക്യാരക്ടർ. എനിക്കാണെങ്കിൽ അങ്ങനെ ജാട പിടിച്ച ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ നല്ലോണം സംസാരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് എപ്പോഴും സംസാരിക്കാനാണ് ഇഷ്ടം. അതുപോലെ തന്നെയാണ് അമ്പാടിയും. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോയിൽ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ സീ യു, ബൈ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും സീ യു.